ഹലോ ഫ്രണ്ട്സ് ഞാൻ ഉഴുന്ന് വട ഉണ്ടാക്കുന്നത്. അതിന് ഒരു ഗ്ലാസ് ഉഴുന്ന് വെള്ളത്തിലിട്ട് പുതർത്തിയിട്ട് അത് നല്ല കഴുകി ഊറ്റിയിട്ടതായത്. ഇതിൻ്റെ അകത്ത് ഇനി നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കണം. ഈ വെള്ളത്തിലാണ് നമ്മൾ നല്ല കഴുകി വെച്ചതാണ്. ഈ വെള്ളത്തിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കട്ടെ. ഈ ഉഴുന്ന് അരയ്ക്കാൻ ഇടുന്നത് അത് ആദ്യം വെള്ളം ഒഴിക്കാണ്ട് വേണം അരയ്ക്കാൻ. ഇത് ഫ്രീസറിൽ നിന്ന് എടുത്തതാണ്. അത് ഫ്രീസറിൽ 10 മിനിറ്റ് വെച്ചിരുന്നല്ലോ, എന്നിട്ട് എടുത്തതാണ് അത്. ആദ്യം ഇത് വെള്ളം ഇല്ലാണ്ട് അരച്ചെടുക്കുക. പുതിർത്തി വെച്ചിട്ടുള്ള ആ വെള്ളം എടുക്കുന്നത്, നല്ല കഴുകിയ വെള്ളമല്ല, കഴുകി വെച്ച ഉഴുന്നല്ല, അതിൽ പുതിർത്തിയാണല്ലോ. ആ വെള്ളം എടുത്തിട്ടാണ് കുറച്ച് കൂടുതൽ ഒഴിക്കരുത്, കുറച്ച് ഒഴിച്ചിട്ട് അടിച്ചുകൊണ്ട് വരിക. ഇത് ഇങ്ങനെ അരച്ചെടുക്കുക. ഈ ബാക്കിയും കൂടി ഞാൻ അങ്ങനെ അരച്ചെടുക്കട്ടെ. ഇനി ഇത് കൈകൊണ്ട് 5 മിനിറ്റ് നല്ലോണം കുഴയ്ക്കുക. ഇത് ആട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെളിച്ചെണ്ണ തീരെ കുടിക്കുമോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് മാവ് എടുത്തിട്ട് നോക്കുക. മാവ് പൊന്തി നിൽക്കുന്നതിനെ താന്ന് പോയിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ നല്ല കുടിക്കുന്നു നമുക്ക് മനസ്സിലാവും. ഇത് കണ്ടത് മാവ് പൊന്തിക്കുന്നുണ്ടല്ലേ, അപ്പോൾ വെളിച്ചെണ്ണ തീരെ കുടിക്കണമെന്ന് മനസ്സിലായി. ഇനി ഇതെന്താക്കുക വെച്ചാൽ ഇതിൻ്റെ അകത്തേക്ക് ഒരു വെല്ലുള്ളി ചെറുതാക്കി മുറിച്ചത് അത് ഇത് ഇടുന്നുണ്ട്. പിന്നെ 2 പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും. ഇതാദ്യം കൈയോടെ നല്ലോണം കുഴയ്ക്കുക. ഇതിൻ്റെ അകത്തേക്ക് 3/4 ഗ്ലാസ് പൊടി ഇല്ലേ, പത്തിരിപ്പൊടി, അത് ഇടുന്നുണ്ട്. 3/4 ഗ്ലാസ് ഇടേണ്ട. 1 ഗ്ലാസ്സാണ് ഉഴുന്നെടുത്ത്, അപ്പം 3/4 ഗ്ലാസ് പച്ചരിപ്പൊടി ഇടുക. നല്ലോണം കുഴയ്ക്കുക കൈ കൊണ്ട്. ഇനി കുറച്ച് ഉപ്പിടുക. നല്ലോണം കുഴയ്ക്കുക. വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കിത് കൈമൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായിക്കോട്ടെ. ഇതിങ്ങനെ ഇലയിൽ പരത്തിയിട്ട് ഇങ്ങനെ മെല്ലിടുക. ശ്രദ്ധിക്കണം, പൊള്ളി പോകരുത്. കണ്ട ഇത് നല്ല വട നല്ല നന്നാവും. ഇതിങ്ങനെ ആക്കിയാൽ ഇതുപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഞാൻ ബാക്കി കൂടി ഉണ്ടാക്കട്ടെ. ഇതാ കണ്ട ഇതുപോലെ മെല്ലെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് മെല്ലെ ഇങ്ങനെ മൊരിച്ചിട്ട് എടുക്കണം. കേട്ടോ, ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.